മറ്റൊരു വാർത്തയിലേക്ക്. സ്കൂളുകളിലെ അധിക സമയ ക്രമീകരണത്തിൽ സമസ്ത എതിർപ്പ് അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിൽ ആണ് സർക്കാർ. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. വിമർശനങ്ങൾ പരിശോധിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനത്തിലുള്ള സമയം കളയാൻ വേണ്ടി പറ്റില്ല. അത് കൊടുത്താലേ പറ്റുള്ളൂ. അതിന് കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിന്ദു കുട്ടിയായിരുന്നാലും മുസ്ലിം കുട്ടിയായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടിയായിരുന്നാലും ഒരു മതവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്താലേ മതിയാവും. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇത് കേസ് കൊടുത്തൊരു പരിഹാരം കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല. എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. സമയമാറ്റത്തിൽ കൂടിയാലോചന വേണമെന്നായിരുന്നു. കൂടിയാലോചന വേണം എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലെ സർക്കാർ ഒന്നും കൂടി എല്ലാവരുമായിട്ട് ആലോചിക്കണമായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ. കാരണം വളരെ നാളായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ, ഒരു സംവിധാനത്തെ പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു ആലോചന വേണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും അങ്ങനെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാമല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് സംസാരിക്കാം, വിവിധ അധ്യാപക സംഘടനകളുമായിട്ട് സംസാരിക്കാം, വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിക്കാം, മാനേജ്മെൻറ്റ് സംഘടനകളുമായിട്ട് സംസാരിക്കാം. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചുരുങ്ങിയത് 220 പ്രവൃത്തി ദിനങ്ങൾ എങ്കിലും ഉണ്ടാകണം എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ മതപഠനത്തെ ബാധിക്കും എന്ന പരാതിയുമായി സമസ്ത രംഗത്ത് എത്തുമ്പോൾ ഈ വിഷയത്തിൽ കൂടിയാലോചനകൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ സമയക്രമത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചനയാണോ ഇപ്പോൾ മന്ത്രിയും സർക്കാർ വൃത്തങ്ങളുമൊക്കെ നൽകുന്നത്? സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന സൂചന മന്ത്രി നൽകുന്നില്ല. പക്ഷേ അത്തരമൊരു ആവശ്യമുണ്ട്. ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായി ചർച്ച ചെയ്ത് പരിഗണിക്കാം. ഈ കേരള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ഈ പഠന സമയം 220 മണിക്കൂർ എന്ന പഠന മണിക്കൂറുകൾ വന്നത്. അതിൽ ഈ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 9-10 ക്ലാസ്സുകളിലെ പഠന സമയത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. അത് മതപഠനത്തെ ബാധിക്കുമെന്നൊരു ആശങ്കയാണ് സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ മുഖ്യമന്ത്രി വേദിയിൽ തിരുവനന്തപുരത്ത് പറഞ്ഞത്. അത്ര എളുപ്പമല്ല സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയത് തന്നെ. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ സർക്കാർ പരിഗണിച്ച് ഉന്നതതല സമിതികളെയൊക്കെ നിയോഗിച്ച ശേഷം 10-ാം തീയതിയാണ് ഉത്തരവ് സർക്കാർ ഈ പഠന സമയം പുനഃക്രമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറ്റം സർക്കാരിന് എളുപ്പമല്ല. കാരണം കോടതിയുടെ കൂടി അനുമതി വാങ്ങേണ്ടതുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിൽ എല്ലാവരുടെയും ആശങ്കകൾ പരിഗണിക്കും, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ച ശേഷം തീരുമാനിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി നമ്മോട് പറഞ്ഞത്. ഇന്ന് കോൺഗ്രസ് ഇതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി കാണുന്നുണ്ട്. സ്വാഭാവികമായും സമസ്ത കോൺഗ്രസുമായും ലീഗുമായും ഒക്കെ ഒരു തെറ്റലിൻ്റെ പാതയിലേക്ക് ചെറുതായെങ്കിലും എത്തുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുമായാണ്. ആ സമയത്ത് ഇത്തരം ഒരു വിഷയം കിട്ടുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഗുണം ചെയ്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിന്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് ഇക്കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ആലോചന നടത്തണമായിരുന്നു എന്ന നിലപാട് എടുത്തത്. സമയമാറ്റം വീണ്ടും കൊണ്ടുവരണമെന്നൊരു നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ ഇത് പ്രതിപക്ഷ അധ്യാപക സംഘടന കോടതിയിൽ പോയതുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു സമയക്രമ മാറ്റത്തിന് നിർബന്ധിതമായത്. അതുകൊണ്ട് അത് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അവരുടെ കൂടി നിലപാട് പുറത്തുവരട്ടെ എന്ന് KT ജലീലും പറഞ്ഞിരുന്നു. ഏതായാലും സർക്കാർ ഇപ്പോൾ ഒരു കടുംപിടുത്തം എടുക്കില്ല. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയമാണ്. സർക്കാരിനെ ഈ സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തുക ഇനി അത്ര എളുപ്പമുള്ള കാര്യമില്ല. എങ്കിൽ പോലും അവിടെ ചർച്ചകൾക്ക് വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സമസ്തയുടെ അധ്യക്ഷൻ പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ അത്തരം ആരുടെയും മതബോധത്തെ പഠന അവകാശത്തെ ഹനിക്കാൻ തയ്യാറല്ല. അതിൽ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സർക്കാർ
വ്യക്തമാക്കുകയാണ്. കോൺഗ്രസും ആ ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. തീർച്ചയായും അരുൺ, ഈ പുതിയ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറങ്ങിയ പശ്ചാത്തലമുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് 8 മുതൽ 10 വരെയുള്ളവർക്ക് 9:45 ക്ലാസുകൾ ആരംഭിക്കും, 4:15 അവസാനിക്കുമെന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് ബാധകമല്ലാത്ത തരത്തിലൊക്കെയാണ്. അതായത് കഴിയുന്നത്ര മതപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരം സമയക്രമീകരണങ്ങളൊക്കെ വരുത്തി വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ്, അതായത് 8 മുതൽ 10 വരെ ക്ലാസ്സുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് ആകെ 30 അധിക നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് മതപഠനം രാവിലെയാണ്. ആ സമയത്ത് ഇത് ബാധിക്കുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയരുന്നത്. 8 മുതൽ 10 വരെ ക്ലാസ്സുകളാണെങ്കിൽ പോലും ഈ കുട്ടികൾ ഒരുമിച്ചാണ് പലപ്പോഴും സ്കൂളുകളിൽ പോകുന്നത്. സ്കൂൾ ബസ്സുകളിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും ഒക്കെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത് ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സമയക്രമം മാറുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെ 8 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികളെ മാത്രമല്ല മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. അതാണ് അന്ന് തന്നെ ആശങ്ക ഉയർന്നു വന്നത്. അതിനൊപ്പം ഇപ്പോൾ ഈ മതപഠനത്തെ ബാധിക്കുമെന്ന ആശങ്ക കൂടി വന്നതോടുകൂടിയാണ് സർക്കാർ അവിടെ സമ്മർദ്ദത്തിലാകുന്നത്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ തീരുമാനം മാറ്റാവുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഒരു സമവായ പാത തുറന്നിടുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ് സർക്കാർ. ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. ആരുടെയും മതപഠനത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ഹനിക്കുകയോ ചെയ്യുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. മുഖ്യമന്ത്രി നിലപാടുകൊണ്ട് നിർണായകമാകും. മുഖ്യമന്ത്രി നാളെ മണ്ഡലത്തെത്തുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയവും ചർച്ചയാകും. ഏതായാലും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത്തരം നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സംസാരിക്കുമ്പോഴൊക്കെ സർക്കാർ പുനരാലോചന നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഒക്കെ ഇതിൽ വ്യത്യസ്ത നിലപാടാണെങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങൾക്കും കോടതിയിൽ പോയി അനുകൂല നിലപാട് വാങ്ങുന്നവരല്ലേ സർക്കാർ. കോടികൾ മുടക്കി കോടതികളിലേക്ക് പോകുന്നവർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതിയെ വീണ്ടും സമീപിച്ചുകൂടാത്ത ചോദ്യമാണ് KPCC നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അതിൽ സർക്കാർ ഒരു സ്വാഭാവിക സമ്മർദ്ദത്തിലാകാൻ ഇടയുണ്ട്. സർക്കാരിൻ്റെ നിലപാട് വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ അത്തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണെങ്കിൽ പോലും ഈ മതപഠനം വിശ്വാസങ്ങളെ ബാധിക്കുന്ന വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നാൽ, പ്രത്യേകിച്ചും മലപ്പുറം പോലെ നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ആ വിഷയം ഉയർന്നു വന്നാൽ സ്വാഭാവികമായി അത് തങ്ങളുടെ സാധ്യതകളെ ബാധിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ എതിർചേരിക്ക് അവസ്ഥ നൽകുന്നതാകുമോ എന്ന ആശങ്ക സർക്കാരുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഒരുപക്ഷെ ഇത്തരം ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയത്. ഏതായാലും കോൺഗ്രസ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ നിലനിർത്തുമോ എന്ന്. തീർച്ചയായും അവിടെ കോൺഗ്രസ് ഇത്തരം വിഷയമായി ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ സംഘടനകളാണ്, അധ്യാപക സംഘടനകളാണ് കോടതിയിൽ പോയത് എന്ന തരത്തിലുള്ള പരാമർശം സർക്കാർ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തീർച്ചയായും കോൺഗ്രസിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും സർക്കാരിന് ഈ ഒരു തീരുമാനം നടപ്പാക്കുക അത്ര താല്പര്യമുള്ള ഒന്നായിരുന്നില്ല. പക്ഷേ കോടതി നിരന്തരം ഈ കാര്യം കോടതിയിൽ ഉന്നയിക്കപ്പെടുകയും അധ്യാപക സംഘടനകൾക്ക് അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു. കോടതിയും തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കോടതി രക്ഷ നടപടി അടക്കം സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ആ സാഹചര്യത്തിലാണ് സർക്കാർ ഇതിന് തയ്യാറായത്. 10-ാം തീയതി ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. ഇനി സർക്കാരിന് തീരുമാനം പുനഃപരിശോധിക്കണമെങ്കിലും ഈ പഠന സമയക്രമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി കൂടി വേണ്ടതുണ്ട്. ഇതിൽ അപ്പീൽ പോകാൻ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ അപ്പീൽ പോയാൽ ഒരു പക്ഷേ കൂടുതൽ അവസരം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഉണ്ടായേക്കാം. അതിനുമപ്പുറത്തേക്ക് അത്ര എളുപ്പത്തിൽ സർക്കാരിന് മാത്രം തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമ്മർദ്ദം കൂട്ടുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നതും. ഏതായാലും ഇത്തരമൊരു ആവശ്യം ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ സർക്കാർ അതിലൊരു പുനരാലോചനയ്ക്കോ അല്ലെങ്കിൽ ഈ അപ്പീൽ പോലുള്ള കാര്യങ്ങൾക്കോ ഉള്ള ശ്രമങ്ങൾ എങ്കിലും നടത്തിയേക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചത്. അവിടെ മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞില്ല. വിദ്യാഭ്യാസ മന്ത്രി ഞാൻ അരുണിലേക്ക് വരെ ഇപ്പോൾ ശ്രീ ഇന്ദുലാൽ